ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നാളത്തെ മഴതോരും മുമ്പേ പരമ്പരയുടെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ പ്രൊമോസും പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ തുടക്കത്തിൽ പറയണു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും. ഒരു ബോറിംഗ് ആണോ? എനിക്കറിയില്ല. കാരണം നമ്മൾ പുതിയ പുതിയ ഒരുപാട് നമ്മുടെ മുത്തുമണീസ് ഒക്കെ നമ്മുടെ ചാനലിലോട്ട് വരുന്നതാണെങ്കിൽ ആദ്യമായിട്ട് അവർക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാകട്ടെ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അങ്ങനെ നമ്മുടെ നാളത്തെ മഴതോരും മുമ്പ് പരമ്പരയില് നമ്മുടെ റോബിച്ചനും ആൽബിച്ചനും കൂടെ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. അതായത് മറ്റൊന്നുമല്ല, ഈ അലീനയുടെ എന്ന് പറയുന്ന പെണ്ണിന്റെ കേസിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം കുളത്തൂപ്പുഴയില്. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. കാരണം ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരു തോന്നല് നമുക്കും റോഡിൽ ഇറങ്ങി നടക്കണമല്ലോ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഈ നമ്മുടെ സ്റ്റാൻലിയുടെ തൊട്ട് താഴെയുള്ള ഒരാളുണ്ട്, ഔസേപ്പച്ചൻ. അതായത് റോബിയുടെ ആൽബിന്റെ ഒരു ചായനാണ്, മറ്റൊരു ചായൻ, ഔസേപ്പച്ചൻ എന്നാണ് പേര്. അങ്ങനെ ഔസേപ്പച്ചനെയും കൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു വണ്ടി വന്ന് നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, ആരാ? നമ്മുടെ സ്റ്റാൻലി ജോസഫാണ്. അങ്ങനെ നമ്മുടെ ആൻസി ഓടി വന്ന് പറയുന്നുണ്ട്, ദേ ലാലിച്ചൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും ആൽബിയുടെ മുഖമൊക്കെ പേടിച്ചെണക്കാവാണ്. അപ്രതീക്ഷിതമായിട്ടല്ലേ പറയണത് ലാലിച്ചൻ എത്തിയെന്നുള്ളത്. റോബിച്ചന്റെ നെഞ്ചൊന്ന് പെടഞ്ഞു. അല്ലോ, എന്താണാവോ ഈ സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരക്കമാണല്ലോ ലാലിച്ചൻ്റെത്. അപ്പോഴേക്കും ലാലിച്ചൻ ഇങ്ങ് അകത്തോട്ട് വന്നു. അപ്പൊ ലാലിച്ച ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആൻസി പറഞ്ഞു, ഈ ചായ ഞാൻ പോയി ചായ എടുക്കട്ടെ. എനിക്ക് വേണ്ട, ചായ വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായത് എന്തായാലും നന്നായി. റോബിച്ചനും ആൽബിച്ചനും ലാലിച്ചന്റെ മുമ്പിൽ ഇരിക്കാന്. അതെ, അല്ല, നീ എന്നെ വിളിച്ചപ്പോ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ. എന്തോ നാണക്കേടാണെന്നോ, നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നോ, ആൾക്കാർ ഓരോന്ന് ചോദിക്കണമെന്ന്. അതെ, ഞാൻ അപ്പൊ രണ്ടുപേരോടും കൂടെ ആയിട്ട് പറയാനായിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് ഒരു വിവാഹത്തിന് മുന്നേ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിലൊരു മകളുണ്ട്. അവൾ ഇത്രയും നാള് ഒരു ഓർഫനേജിലാണ് വളർന്നത്. ഇനി അവൾക്ക് ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ അവൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ബംഗ്ലാവില് ഞാൻ എൻ്റെ മകളായി അംഗീകരിച്ച് ഞാൻ അവളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അത് നിങ്ങളുടെ ആരുടെയും ചെലവിലല്ല, എൻ്റെ ചെലവിൽ തന്നെയാണ് ഞാൻ അത് താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റോബിച്ചൻ ചോദിച്ചു, അല്ല ഇച്ചായൻ പറയണൊക്കെ ശരി തന്നെയാ, പക്ഷേ അത് സ്വന്തം മകളാണെന്നുള്ള ഉള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ സ്വന്തം മകളാണ് എന്നുള്ളത് തെളിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ച് അവിടെ കൊണ്ടുവന്നത്. അപ്പൊ ആൽബിച്ചൻ പറയും, അല്ല, ഇച്ചായൻ പറയണത് കേട്ടാലേ ഇനിയിപ്പോ നമ്മുടെ ഇച്ചായന്റെ എൽസമ്മ ചേച്ചിയോ അല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ മക്കള്, അവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും? ഇങ്ങനെ ഒരു അവിഹിതം ഉണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞ, അതെ, അഞ്ചലുകാരെല്ലാരും കൂടെ പടയൊരുക്കം നടത്തുന്നുണ്ട്. ആര് പടയൊരുക്കം ഒരുക്കിയാലെന്താ? അതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. ആരോടും ഈ ലാളിച്ചം മുന്നേറൂടാ എന്ന് പറയണ. അപ്പൊ റോബിച്ചനും ആൽബിച്ചനും കൂടെ പറഞ്ഞു, ഇച്ചായ, അതുകൊണ്ടല്ല, നമ്മൾ വളർന്ന രീതി സാഹചര്യങ്ങളും നമ്മുടെ മക്കളുടെയും കൂടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇച്ചായൻ പറഞ്ഞതുപോലെ ഇച്ചായന്റെ മകൾ ആണെങ്കിൽ തന്നെയും അതെ, അതെ, ഓർഫനേജ് വളർന്നെങ്കിൽ ആ രീതിയിൽ തന്നെ അതിനെ ആ രീതിയിൽ വിട്ടാൽ പോരെ. നീ എന്താ പറഞ്ഞു പറഞ്ഞ, അതായത് അലീനെ വീണ്ടും ഞാൻ ഓർഫനേജിൽ തന്നെ ആക്കണമെന്ന്? അല്ലെങ്കിൽ ഇച്ചായ എന്തെങ്കിലും കുറച്ച് പൈസയോ സ്വത്തുക്കളോ എന്തെങ്കിലും കൊടുത്ത് അങ്ങ് ഒഴിവാക്കണേല്ലേ നല്ലത്. നീ ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലിൽ എന്റെ മകളെ കുറിച്ച് നീ ഇങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞു പോകരുത് എന്നിങ്ങനെ പറയാനേട്ടോ. ഇത് കേട്ടതും നമ്മുടെ റോബിച്ചൻ പറഞ്ഞു, അല്ല ഇച്ചായൻ തന്നെ പറയും, ഇച്ചായന്റെ മക്കളുണ്ട്, നമ്മുടെ കുടുംബം, ഇതിനെല്ലാം മാനക്കേടല്ലേ ഇത്? ആൽബിച്ചനും ഇത് തന്നെ പറഞ്ഞു. അപ്പൊ റോബിച്ചൻ പറഞ്ഞു, അല്ല സോറി, ലാലിച്ചൻ പറഞ്ഞു, അതെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഈ പറയണത്. ഇനി മേലിൽ എന്റെ മകളെ എന്റെ ചെലവിൽ ഞാൻ വളർത്തുകയാണ്. അതെ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ മാസം മാസം അവരുടെ ചെലവുകളും മറ്റു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തന്നെയാണ് പോണത്. അല്ലാണ്ട് അവരെ തിരിഞ്ഞു നോക്കാണ്ടല്ല ഞാൻ ഇരിക്കുന്നത്. പിന്നെ നീ പറഞ്ഞല്ല എന്റെ ഭാര്യ. എടാ, ഭാര്യ എന്ന് വെച്ചാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അല്ലാണ്ട് ഒരു ഭാര്യയായിട്ട് ചുമ്മാ ഇരുന്നാൽ മാത്രം പോരാ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി കുടുംബത്തിൽ നിൽക്കുക. അതിലെന്തെങ്കിലും ഒന്ന് അവള് ചെയ്യുന്നുണ്ടോ? മക്കളുടെ കാര്യമെങ്കിലും അവള് ചെയ്യുന്നുണ്ടോ? അവർക്കൊക്കെ പണം മാത്രം മതി, ഈ ലാലിച്ചന്റെ പണം, അത് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ.
ഇത് കേട്ടോണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ ആൻസി വന്നിട്ട് ചായ കുടിക്കാൻ ഒന്നും വേണ്ട, ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുറത്തൊരു കാറ് വന്ന് നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഔസേപ്പച്ചനാണ്. അപ്പോഴാണ് ലാലിച്ചിന് മനസ്സിലായി, ഓ എനിക്കെതിരെ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ചീത്തപ്പേരിനെതിരെ ഒരു വട്ടമേശ സമ്മേളനം കൂടാനായിരുന്നു പദ്ധതി. അപ്പൊ റോബിച്ചനും ആൽബിച്ചനും മുഖത്തോട് മുഖം നോക്കിയിട്ടോ. കാരണം ലാലിച്ചിന്റെ മുന്നിൽ ഒന്ന് പതറിപ്പോയി അവര്. കാരണം വെച്ചാൽ ലാലിച്ചിനെ അവർക്ക് മൊത്തത്തിലൊരു ഭയമാണ്. അങ്ങനെ അവരൊന്നും മിണ്ടിയില്ല കേട്ടോ. ഈ സമയത്ത് ഔസേപ്പച്ചൻ ഇരുന്നു. ഔസേപ്പച്ചൻ ഇരുന്നിട്ട് നേരെ ലാലിച്ചന്റെ അടുത്ത് ചോദിച്ചു, അല്ലടാ പോയി നിന്റെ വീട്ടിൽ ഏതൊരു പെൺകുട്ടിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്നും നിന്റെ മകളാണെന്നൊക്കെയാണല്ലോ ഇവിടെ നാട്ടുകാർ പറയണത്. അതെ, എന്റെ സ്വന്തം മകള് തന്നെ. എന്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ ഒരു കുഞ്ഞ്. അത് ആരുടെ മുന്നിലും പറയാൻ ഈ ലാലിച്ചന് ഒരു മടിയില്ല. എന്റെ സ്വന്തം മകള് തന്നെയാണ് അവള്. അതിന് യാതൊരു തെളിവുകേടും വേണ്ട. അപ്പോഴേക്കും റോബിച്ചൻ പറഞ്ഞു, ഇച്ചായ പറയുന്നതൊന്നും മനസ്സിലാക്കുക. കാരണം നമ്മുടെ പല്ലിയെ കുത്തി മണപ്പിക്കുന്ന ഒരു അവസ്ഥയാണിത്. നമുക്ക് നാട്ടിലും മറ്റുമൊക്കെ നമുക്കൊരു വിലയും നിലയും ഉള്ളതല്ലേ. ഈ ഒരു കാരണത്തെ നമ്മുടെ കുട്ടികളുടെ പോലും ഭാവി അത് ദോഷം ചെയ്യും. ആർക്ക് എന്ത് വന്നിരുന്നാലും നിങ്ങളുടെ ആരുടെയും ചെലവിനല്ലല്ലോ. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞു, അപ്പൊ ആ ബന്ധം അങ്ങ് തീരുമല്ലോ. ഇനി എന്റെ മകളെ കളയണമെന്ന് നീ പറഞ്ഞ അത് ഞാൻ അംഗീകരിച്ച് തരില്ലടാ ആൽബിച്ചാന്ന് നമ്മുടെ ലാലിച്ചൻ പറയാണ്. പിന്നെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവർക്ക് എൻ്റെ പണം മാത്രം മതി, അല്ലാണ്ട് അവർക്ക് മറ്റൊന്നും എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതുമില്ല. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, ഇതൊന്നും ഈ ലാലിച്ചനില്ല. എൻ്റെ മകള് അവളെ ഇനി അനാഥയായിട്ട് വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം എൻ്റെ മകള് 10-21 വർഷത്തോളം ഒരു അനാഥയായിട്ട് ജീവിച്ചു. ഇനിയും ആ ശിക്ഷ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ ലാലിച്ചൻ പറയണ്. അങ്ങനെ നമ്മുടെ ഔസേപ്പച്ചനോ അല്ലെങ്കിൽ റോബിച്ചനോ അല്ലെങ്കിൽ ആൽബിച്ചനോ ഒരാൾക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം വേറൊന്നുമല്ല, ലാലിച്ചന്റെ മുന്നിൽ അവർക്ക് അങ്ങനെ എടുത്തടിച്ച് പറയാനുള്ള ഒരു ധൈര്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ എന്ത് പറയണോന്നോ ഒന്നും അറിയില്ല. ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ലാലിച്ചൻ അവരോട് എല്ലാവരോടും കൂടെ ആയിട്ട് പറയണ. പിന്നെ അപ്പച്ചൻ ഇവിടെ വന്നല്ലോ, എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പച്ചനോട് നിങ്ങളൊന്നും പറഞ്ഞില്ലേന്ന് ലാലിച്ചൻ ചോദിക്കാണ്. അപ്പൊ റോബിച്ചൻ പറഞ്ഞു, ഓ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചപ്പം ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും ആ പെൺകുച്ചിനെ ഇറക്കി വിടാൻ ലാലിച്ചൻ സമ്മതിക്കൂലെന്നൊക്കെയാണ് അപ്പച്ചൻ ഇവിടെ ഒന്ന് പറഞ്ഞത്. അപ്പച്ചൻ അങ്ങനെ പറയുള്ളൂ. കാരണം അപ്പച്ചനും മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ എൻ്റെ മോളെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അതെ, അതുകൊണ്ട് ഇനി ഈ കേസിനെ കുറിച്ച് എന്നോട് വിളിക്കുകയോ എന്നോട് സംസാരിക്കുകയോ നിങ്ങൾ ചെയ്യരുത് എന്നിങ്ങനെ പറയാനേട്ടോ. എന്നിട്ട് ലാലിച്ചൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോവാ എന്ന് പറയണ. എന്റെ ആൻസിയുടെ അടുത്ത് ചോദിക്കും, ഷെറിൻ എന്തെന്ന് ചോദിക്കും. ഷെറിൻ അകത്തുണ്ടിച്ചായെന്ന് പറയും. ആ ശരി, ഞാൻ എന്നാ പോവാ എന്ന് പറഞ്ഞിട്ട് ലാലിച്ചൻ അങ്ങ് ഇറങ്ങിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ റോബിയും ആൽബിയും ഔസേപ്പച്ചനും കൂടെ ഇതിനെതിരായിട്ട് എന്താണ് ചെയ്യാൻ പറ്റണത്, പല അഞ്ചല് ആരെയും കൂടെ വിളിച്ച് അവരെയായിട്ട് റീതാമയും അതുപോലെ തന്നെ നമ്മുടെ എൽസമ്മയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് ഇതിനെ എങ്ങനെയെങ്കിലും തേച്ച് മാച്ച് കളയാനായിട്ടുള്ള പദ്ധതികളൊക്കെയാണ് അവർ ആസൂത്രണം ചെയ്യാനിരുന്നത്. പക്ഷെ ലാലിച്ചം വന്ന് അതെല്ലാം കൂടെ തേച്ച് മാച്ച് ഒട്ടിച്ചം കൊടുത്തിട്ട് പോണ സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ അലീനയുടെ കാര്യത്തിൽ റോബിയും ആൽബിയും ഔസേപ്പച്ചനും ഒന്നും വാ പൊക്കാൻ പറ്റാത്ത രീതിയിൽ ലാലിച്ചം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതയാണ് കാണിക്കുന്നത് കേട്ടോ. ബബിത കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ബബിത അല്ലെങ്കിലും കുറച്ച് മെന്റലി ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ട് വരെയാണ്. കാരണം വീട്ടിലാണെങ്കിലും ഒന്ന് രോഹിത് ആയിട്ടോ അല്ലെങ്കിൽ കൃഷ്ണമോളായിട്ടോ ഒന്ന് സംസാരിക്കാൻ പോലും വൈജയന്തി ഒരു അവസരം തരില്ല. നമുക്ക് പഠിക്കാനില്ല, അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ. പണ്ടൊക്കെ അങ്ങനെയല്ല. ആ ലീന ഉള്ളപ്പം ചായ കുടിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പൊ അതൊന്നുമില്ല. അതുകൊണ്ട് മനസ്സിനൊരു വല്ലാത്ത ഇത് ആ ഇരിക്കുന്ന ഏകാന്തതയില് ബബിത നമ്മുടെ പഴയ കാമുകനായ അമലിനെ ഓർത്തായിരുന്നു. 1-2 കോളൊക്കെ വിളിച്ചു. പക്ഷെ അമൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു കോൾ അമൽ എടുത്തു. എന്നിട്ട് അമൽ പറഞ്ഞു, അതെ എനിക്ക് നീ ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ബബിത, നീ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അതും കൂടെ ആയപ്പോഴത്തേക്ക് ബബിതയ്ക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായി. അപ്പൊ ഒരു ദിവസം കോളേജിൽ പോയിട്ട് ബബിത വരുന്ന സമയത്ത് അമലിന്റെ ബൈക്ക് കാണേന്. അങ്ങനെ സ്കൂട്ടി ആയിട്ട് അമലിന്റെ ബൈക്കിന്റെ പുറകെ ചെന്നപ്പോ അതിന്റെ പുറകിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവരൊരു ഷോപ്പിലോട്ട് കയറാണ്. അങ്ങനെ ബബിത ആ സ്കൂട്ടി കൊണ്ടുവന്ന് അവിടെ ഒതുക്കി വെച്ചിട്ട് അവര് കാണാണ്ട് മറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അമലും വേറൊരു പെൺകുട്ടിയുണ്ട് സാധനങ്ങളൊക്കെ എന്തോ മേടിച്ചിട്ട്
തിരിച്ച് ബൈക്കിൽ അവർ കയറണം. ആ പെൺകുട്ടിയാണെങ്കിൽ അവനെ വട്ടം പിടിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ ബബിതയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവൻ ഈ പെണ്ണിന്റെ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടായിരിക്കും എന്നെ അവോയ്ഡ് ചെയ്യണം. എനിക്ക് മനസ്സിലായി. ആ സമയത്ത് തന്നെ ബബിത വിളിക്കുന്നുണ്ട്. അപ്പൊ അമല് കോൾ അങ്ങ് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പൊ ആ കൂടെ ഇരുന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ആരാ അമല്? ഓ, അതെന്റെ ഒരു ഫ്രണ്ടാന്നേ, വിളിച്ചാ വെക്കത്തുമില്ല, ഒരു തലവേദന കേസാ. ബബിതയ്ക്ക് ചങ്ക് പൊട്ടുന്ന പോലെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം വേറൊന്നുമല്ല, അമലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല പേടിയും ബബിതയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അമലും ബബിതയും തമ്മിലുള്ള വീഡിയോസ് ഹരിയുടെ കയ്യിലുണ്ട്, അതൊന്നാമത്തെ കാര്യം. പിന്നെ പല സ്ഥലങ്ങളിലും അവനോടൊപ്പം പോയിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ബബിതയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ബബിതയ്ക്ക്. ആകെ ഒരു ഇടങ്ങേറ് പിടിക്കുന്ന ഒരു അവസ്ഥ, എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല. അങ്ങനെ ബബിത നേരെ വീട്ടിലെത്തി, നേരെ കയറി അങ്ങ് റൂമിൽ പോയി കതകടച്ചിരിക്കുകയാണ്. കൃഷ്ണമോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ബബിതേച്ചിയുടെ മുഖത്തിന് എന്തോ ഒരു മാറ്റമുണ്ട്, എന്തോ വിഷമിച്ച് കയറിപ്പോയതുപോലെ. അങ്ങനെ കൃഷ്ണ ചെന്നിട്ട് പതുക്കെ ബബിതേച്ചിയെ വിളിക്കുന്നു. അപ്പൊ ബബിത കതവ് ഉറക്കുന്നില്ല കേട്ടോ. കൃഷ്ണയ്ക്ക് മനസ്സിലായി ബബിതേച്ചിയുടെ മനസ്സ് എന്തോ വല്ലാണ്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം ബബിതയ്ക്ക് കരയണോ, പൊട്ടിക്കരയാൻ തോന്നുക. ഈ സമയം അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മനസ്സ് തുറന്നൊന്നും പറയായിരുന്നു. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഒരാളില്ല. ബബിതയുടെ കൺട്രോൾ പോകും പോലെ, മനസ്സ് കൈവിട്ട് പോകും പോലെ വല്ലാത്തൊരു വിഷമമായിരുന്നു ബബിതയ്ക്ക്. ഇതേ സമയം അന്നേ ദിവസം രാത്രി നമ്മുടെ ബാലചന്ദ്രൻ പതിവിലും ലേറ്റ് ആയിട്ട് വരെയാണ്. അപ്പൊ കൃഷ്ണമോള് കാത്തിരിക്കുകയാണ്. കാരണം അച്ഛൻ വന്നിട്ട് അവള് കിടക്കത്തുള്ളൂ. അങ്ങനെ കൃഷ്ണമോള് നോക്കിയപ്പം ബാലചന്ദ്രന്റെ കാറ് വരെയാണ്. അങ്ങനെ കൃഷ്ണമോളൊന്ന് ഗേറ്റ് ഒക്കെ തുറന്ന് ബാലേന്ദ്ര അകത്ത് കയറി കൃഷ്ണമോള് ഗേറ്റ് കടച്ചിട്ട് വരെയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ എന്ത് ഇത്ര ലേറ്റ് ആയെന്ന് കൃഷ്ണമോള് ചോദിക്കുക. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ലേറ്റ് ആയിപ്പോയി മോളെ. അപ്പോഴേക്ക് സൗണ്ടിനൊക്കെ ഒരു മാറ്റം. അങ്ങനെ കൃഷ്ണമോൾ കാറിന്റെ അകത്തോട്ട് നോക്കിയപ്പോൾ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുക. പുറത്തോട്ട് ഇറങ്ങിയ ബാലചന്ദ്രനെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം മദ്യപിച്ചിട്ടുണ്ട് ബാലചന്ദ്രൻ. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ബാലചന്ദ്രൻ ഇങ്ങനെ മദ്യപിക്കുന്നത്. കൃഷ്ണമോൾ, അച്ഛന് ഇത് എന്താ പറ്റിയ? അച്ഛൻ മദ്യപിച്ചു അല്ലേ? ആ, കുറച്ചൊന്ന് മദ്യപിച്ചു. മനസ്സ് കയ്യിൽ നിൽക്കുന്നില്ല മോളെ, എന്തോ പോലെ വല്ലാത്തൊരു പ്രയാസം. ഉള്ളിലെ ചങ്കിനകത്തൊരു ബോംബ് കിടക്കുക, അത് പൊട്ടുമോ എന്നുള്ള ഒരു പേടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയണ. അപ്പൊ ഈ സമയം കൃഷ്ണമോൾ എങ്ങനെയെങ്കിലും ബാലചന്ദ്രനെ റൂമിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോഴേക്കും വൈജയന്തി ഇത് കാണുന്നു. വൈജയന്തി വന്നപ്പോ നല്ല കോല ബാലചന്ദ്രൻ. ഓ, ഇത് വീണ്ടും തുടങ്ങിയായിരുന്നല്ലേ? ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അല്ല ഇത് വീണ്ടും തുടങ്ങിയെന്നുള്ള കാര്യം അറിഞ്ഞില്ലായിരുന്നു, വൈജയന്തി പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ കേറാൻ പോയ ബാലേന്ദ്രൻ സ്റ്റെപ്പിലോട്ട് തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബാലചന്ദ്രന്റെ ക്യാഷ്, അല്ലാണ്ട് വൈജയന്തിയുടെ ക്യാഷ് ഉപയോഗിച്ചിട്ടല്ല മദ്യപിച്ചത്. അപ്പൊ പറഞ്ഞു, അല്ല, മദ്യപിക്കാൻ മാത്രം ചങ്ക് പൊട്ട് എന്താണാവോ ഇവിടെ ഉണ്ടായത്? ഓ, ചിലപ്പോ നിങ്ങളുടെ മറ്റവള് പോയതിന്റെ വിഷമായിരിക്കും. ആടി, അവള് പോയതിന്റെ വിഷമം തന്നെ. എന്തേ, നിനക്ക് നികത്തി തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ ബാലചന്ദ്രനെ വല്ലാണ്ട് അങ്ങോട്ട് ടോർച്ചർ ചെയ്യുന്ന കണക്ക് വൈജയന്തിയുടെ സംസാരം കേട്ടോ. ബാലചന്ദ്ര ഉരുളയ്ക്ക് ഉപ്പേരി എന്ന മട്ടിൽ തന്നെ നല്ല വർത്തമാന ഡയലോഗും അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്ത് പറയണോന്നറിയാണ്ട് ബാലേന്ദ്രൻ നിൽക്കുകയാണ്. വൈജയുടെ അടുത്ത ചോദ്യത്തിന് അതിന്റെ അടുത്ത ഡബിൾ മറുപടി എന്നെ കൊടുക്കും. അപ്പൊ ഏകദേശം നാളത്തെ പ്രൊമോയിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ വൈജയന്തിയുടെ മുഖത്ത് നോക്കി ബാലചന്ദ്രൻ ആ സത്യങ്ങൾ പറയാൻ സാധ്യതയുണ്ടോ? കൃഷ്ണമോളുടെ ഉള്ളൊന്ന് പിടയ്ക്കുന്നുണ്ട്. കാരണം ഇനി ഒരുപക്ഷെ അച്ഛനും ബോധമില്ലാണ്ട് ആ സത്യങ്ങളൊക്കെ പറയുമോ? ഇനി ബബിതയുടെ ജീവിതത്തിൽ ഇനി എന്ത് മാറ്റമാണ് വരാനുള്ളത്? ബബിതയുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു പേടി കൃഷ്ണമോക്ക് വന്നു തുടങ്ങിയാണ് കേട്ടോ. അലീന ഇല്ലാത്തതിന്റെ കുറവ് നല്ലതുപോലെ നമ്മുടെ അതായത് രോഹിത്തിനും കൃഷ്ണമോക്കും ബബിതയും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുളിക്കൽ തറവാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ റോബിയും ആൽബിയും ഔസേപ്പച്ചനൊക്കെ ഇനി ലാലിച്ചന്റെ കേസിൽ എന്താണ്, അലീനയെ പുറത്തിറക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ള ചികഞ്ഞ ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ വരുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചോ കമന്റ് ബോക്സിൽ. വെറുതെ വായിക്കാനൊരു രസമല്ലേ, അതുകൊണ്ടാട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഫസ്റ്റ് ടൈം വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറയുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നല്ലൊരു ദിവസം ആകട്ടെ പ്രാർത്ഥനയോടെ. നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിന്റെ മടതോരും മുമ്പേ പ്രൊമോ ടുമാറോ പ്രൊമോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.